ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അദിച്ചാൻ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് PvP പാർട്ട് 2 ആയിട്ടാണ്. PvP പാർട്ട് 1 കാണാത്തവർക്ക് ഒരു ചെറിയ റീക്യാപ്പ് വരാം. നമ്മൾ ഒരു 40 മിനിറ്റ്സ് PvP ആണ്. നമ്മൾ 40 മിനിറ്റ് കൊണ്ട് കണ്ട ഐറ്റംസ് മൊത്തം കളക്ട് ചെയ്ത് നേരെ PvPക്ക് പോകും. ഇത് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി കണ്ടിട്ട് വരിക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഒരു വീഡിയോയിൽ ഗ്യാദർ ചെയ്ത ഐറ്റംസാണ് ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നത്. ആൻഡ് നമുക്കിപ്പം അടുത്ത സ്ട്രക്ചർ തപ്പി നമ്മൾ പോവുകയാണ്. നമുക്ക് ഒരു വില്ലേജ് കിട്ടിയായിരുന്നു. ആ വില്ലേജിൽ നമുക്ക് അയൺ കിട്ടി, വീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ഫുഡ് മൊത്തം നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ അടുത്ത വല്ല വില്ലേജോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി പോവുകയാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഈ കാടാവുമ്പം മരത്തിൻ്റെ മണ്ടയിൽ കൂടെ ചാടിപ്പോവാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് കുറച്ചും കൂടെ വ്യൂ കിട്ടും. ഇല്ലെങ്കിൽ ഈ മരം മൊത്തം തട്ടി നടക്കാൻ പറ്റില്ല. അയ്യോ, ഇനിയിപ്പോൾ നടക്കാം. നമുക്ക് കുറേ വീറ്റ് കിട്ടിയോണ്ട് ഫുഡിന് വേറെ പഞ്ഞൊന്നുമില്ല. നമ്മൾ ഇന്ന് നമ്മളുടെ പഴയ രണ്ടുപേർ തന്നെയാണ്, ഹാഷിമോനും ഓവോ ഫാസ്റ്റും. ഇവർ രണ്ടുപേരും ഇപ്പം എന്തോന്നിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരെ നമ്മൾ പേടിക്കണം. ആശുമോൻ അവൻ മൈനിങ്ങിന് പോകും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാര്യം അവനെ തുടക്കം മുതലേ ഇവിടെ ഒന്നും കാണാനില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ച് വോവോ ഫാസ്റ്റിനെ കണ്ടായിരുന്നു. അവൻ വലിയ തപ്പി നടക്കണം നമ്മൾ കണ്ട്. പക്ഷേ വേറെ ആശുമോനെ മാത്രം നമ്മൾ കണ്ടില്ല. അവനാണെങ്കിൽ വലുതായിട്ട് ആക്റ്റീവ് അല്ല. സോ ഐ തിങ്ക് അവൻ മൈനിങ്ങിലായിരിക്കും. നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ നടന്ന് കറങ്ങേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് PvPയിലോട്ട് പോവാം. റീസോഴ്സ് ഗാദറിങ് കാണണം എന്നുള്ളവർക്ക് നല്ല ഫണ്ണായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇതേപോലത്തെ വെറൈറ്റി ചാലഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ അതും പറയുക, നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആശുമോൻ മൈനിങ്ങിന്, അല്ലെങ്കിൽ അവൻ ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ അവൻ അയൺ ഇടുമ്പോൾ അവൻ അയൺ ആക്സോ സോഡോ അല്ലെങ്കിൽ ഷീൽഡോ അങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യും. അവൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ സൂക്ഷിക്കണം. കാര്യം അവൻ മൈനിങ്ങിനായിരിക്കും. മൈനിങ് ചെയ്യാത്ത ഒരാൾ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യത്തില്ല. അത് അയൺ സ്റ്റോണൊക്കെ ക്രാഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവൻ അയൺ ഒരുപാട് കിട്ടിക്കാണും. ഒരു ആർമറും ഫുൾ സെറ്റ് സോഡും മറ്റേ ടൂൾസും ഷീൽഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും അയൺ വരണം. എന്നാലും അവർ ബക്കറ്റിലുണ്ടാകും. ഈ സീഡ് ബെറി ഇതിൻ്റെ നേരെ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ മുള്ളുപോലെ എന്തോ കൊള്ളത്തില്ലേ, നമുക്ക് ഡാമേജ് അടിക്കും. അത് നമ്മൾ നടുമ്പോൾ തന്നെ അത് വരും. അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക്. നമുക്കതൊന്ന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. PvPയുടെ ഇടയിൽ മിക്കവാറും ഞാൻ ചാവും, അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഇടയിലാണെങ്കിൽ മൊത്തം ക്ലേക്ക് ഇവിടെ ഭയങ്കര സാധ്യതയുണ്ട്. ആമക്കുട്ടന്മാർ ഇവിടെ നിറച്ച് ആമയുണ്ട്, കുറേ സാൻഡുണ്ട്. ഞാൻ കുറേ ഐലൻഡിൻ്റെ ഇടയിൽ പെട്ടുപോയെന്ന് ഡൗട്ട്. കുറേ ഐലൻഡ് ഞാൻ വരണ വഴിക്ക് കുറേ കണ്ടു. ഈ ബ്രിഡ്ജ് ഫോറസ്റ്റും ഈ ഐലൻഡും ഇത്രയേ ഉള്ളൂ ഇവിടെ. പിന്നെ കുറേ വെള്ളവും. ആശുമോൻ കുറേ അഡ്വാൻസ്മെൻ്റ് ഒക്കെ എടുക്കണുണ്ട്. ഇതേ വീണ്ടും ഒരു മറ്റേ ലഷ് കേവിൻ്റെ മരമല്ലേ അത്? ഈ മരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടിയിലല്ലേ മറ്റേ റൂട്ടോ അങ്ങനത്തെ സംഭവം എന്തോ ഉള്ളത്? ഇതായിരിക്കുന്നു, ഇതാണ് അതിൻ്റെ റൂട്ട്. ഇതിൻ്റെ അടിയിലോട്ട് കുഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ലഷ് കേവ് കണ്ടുപിടിക്കാം. ലഷ് കേവിൻ്റെ മരമാണിത്. എൻ്റെ പേരറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമുക്കിപ്പോൾ ലഷ് കേവ് പോയിട്ടുള്ള കാര്യമൊന്നുമില്ല. സോ നമുക്ക് വീണ്ടും നമ്മൾ ആ ജേർണി കണ്ടിന്യൂ ചെയ്യാം. ഡാർക്ക് ഫോറസ്റ്റ് സൂപ്പർ. ഇവിടെ ഒരു ഉപയോഗവും ഇല്ല. ആ വില്ലേജിൽ പോയതുകൊണ്ട് കുറച്ച് ഫുഡിൻ്റെ ഉപയോഗമുണ്ട്. അവിടുത്തെ വീറ്റ് കാരണം കുറേ ഫുഡ് കിട്ടി. അയ്യോ, ഇനി വിശന്ന് മരിക്കേണ്ട കാര്യം പറ്റില്ല. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലായി കാണും, ഞാൻ റോട്ടൻ ഫ്ലഷ് നിന്നാണ് അവിടെ ജീവിച്ചത്.
അതൊക്കെ ഒരു കാലം. ഇപ്പം നമ്മളെ കയ്യിൽ ആവശ്യത്തിന് ഫുഡുണ്ട്, നമുക്ക് വാരിക്കോരി തിന്നാം. നമുക്കൊരുപാട് ഫുഡ് തിന്നാനുണ്ട്, അതുകൊണ്ട് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡാർക്ക് ഫോറസ്റ്റിന് ഭയങ്കര ഡാർക്കൊക്കെ ആയതുകൊണ്ട് ക്രീപ്പറൊക്കെ ഒരുപാട് നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ മോപ്സ് വെയിലടിച്ച് കത്തിപ്പോവില്ല, അതാണ് പ്രശ്നം. നൈറ്റായി. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ നൈറ്റും കൂടെ ഉള്ളെന്ന് തോന്നുന്നു ആ റിസോഴ്സ് കളക്ട് ചെയ്യാൻ. ഈ ഒരു നൈറ്റും കൂടെ കാണത്തുള്ളൂ. നമുക്ക് വേറെ വില്ലേജും കിട്ടിയില്ല, നമ്മൾ ഡാർക്ക് ഫോറസ്റ്റ് ഇതല്ലേ ഞാനിപ്പോൾ അവിടെ കണ്ട. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഫസ്റ്റ് അറേബ്യ ആയിരിക്കുന്നു. ഇവിടുന്ന് വീണാണ് ചത്ത പാവം. ഇനി ഐറ്റംസൊക്കെ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? അവൻ്റെ സ്പോണിൻ്റെ അടുത്താണെങ്കിൽ അവൻ അറിയുന്നുള്ള സ്ഥലമാണെങ്കിൽ അവനൊന്ന് ഐറ്റംസ് എടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവന് ഇതേപോലെ എക്സ്പ്ലോർ അയ്യോ അവൻ എക്സ്പ്ലോർ ചെയ്യാനായിരിക്കും മരിച്ചു. ഈ രാത്രിയും കൂടെ നമ്മളിനി എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങൾ മൊത്തം പോവുകയും ചെയ്യും. ഇനി ആദ്യം മുതൽ വീണ്ടും കളക്ട് ചെയ്യണം. ആദ്യം മുതൽ കളക്ട് ചെയ്ത് അവിടെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ലൂട്ട് ചെയ്ത് ഇനി കളക്ട് ചെയ്യുക. ഈ രാത്രി നമ്മൾ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തേ പറ്റൂ. ഈ കാട്ടിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ നടക്കണം. ഈ കാട്ടിനകത്തൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ലീവ്സിൻ്റെ മണ്ടയിൽ കൂടെ ചാടിപ്പോകണം. അതാണ് കുറച്ചും കൂടെ ബെറ്റർ. ക്രീപ്പർ കൊല്ലാൻ പറ്റുമോ എന്നെ? ഉണ്ടാ പൊട്ട്. പൊട്ടി. ലാവ പുള്. ഇന്ന് ബ്രിച്ച് ഫോറസ്റ്റൊക്കെ തിന്ന് കത്തും. കത്തിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി വെക്കാം. അതാ നമുക്ക് ഈ നൈറ്റ് ഇവിടെ തന്നെ നിൽക്കണം. നമുക്ക് കുറച്ച് ഫുഡൊക്കെ സ്റ്റീക്ക് നല്ല ഫുഡാണ് ഗെയിമിൽ. ഇതാണ് നമുക്ക് നല്ല ഹെൽത്ത് കൂട്ടും. ഞാൻ എന്ത് നിന്ന് കറങ്ങുന്ന ഈ സ്റ്റീക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം. സോംബി അനോയിങ്. ഇതിൻ്റെ ഒന്ന് വരുമ്പോഴൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ 5-6 ഒരുമിച്ച് അരി ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നടിക്കുമ്പോൾ കുറേ വരും. എനിക്കിപ്പോഴാണ് മോൺസ്റ്റർ ഹണ്ട് കിട്ടിയത്. കണ്ട, അയ്യോ ചത്ത്. അമ്മര് വെള്ളത്തിൽ സ്ലോയ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഇപ്പം ചത്തേന. ഇപ്പം എൻ്റെ ഹാർഡ് വർക്ക് അത്രയും വെറുതെ ആയനെ. നമുക്ക് അപ്പുറത്തെ ഐലൻഡിലോട്ട് പോവാം. അവിടെ ഇനി എന്തൊക്കെ കാണുമെന്തോ. ഇവിടെ എന്തെങ്കിലും കാണുമോ? അതോ നമുക്ക് തിരിച്ച് തന്നെ പോകണോ? ഇവിടെ മൊത്തം കാട്, വേറെ ഗുണമൊന്നുമില്ല. ഇങ്ങോട്ട് തന്നെ പോയി നോക്കാം. ഇവിടെ മോബൊന്നും സ്പോണായില്ലെന്ന് തോന്നുന്നു. കുറച്ച് പശുവുണ്ട്, യവനെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്കിനി കുക്ക് ചെയ്യണം. നമ്മൾ ഫയർ ആക്സെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുക്ക് ചെയ്യണ്ടായിരുന്നു. നല്ല ഡയറക്റ്റ് കുക്ക്ഡ് മീറ്റ് കിട്ടിയായിരുന്നു. നമ്മളിലിപ്പോൾ അതില്ല. സോ നമുക്കിനി കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുമെന്തോ ഡൗട്ടാണ്. ഈ പൂവും ഞാൻ പിന്നെ ഡാർക്ക് ഫോറസ്റ്റ് എത്തിയ ഇങ്ങോട്ട് വരണ്ട, തിരിച്ചു പോവാം. അവിടെ മൊത്തം ഇരുട്ട. മോബ് സ്പോൺ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ എത്തിയ ഈ സ്ഥലം ഉണ്ടല്ല, ഈ ഒരു സ്ഥലം ഒരു ഹൊറർ തീം പോലെയാണെന്ന് തോന്നുന്നു എനിക്ക് സെറ്റ് ചെയ്ത്. കാര്യം ലൈറ്റൊന്നും അകത്ത് വരത്തില്ല, നല്ല ഡാർക്ക് പച്ച തൊട്ടുമല്ല. ബൈ ഞാൻ നിൽക്കണ അവിടെ മൊത്തം കാടാ. സോ ഞാൻ വീണ്ടും പറയുന്നു, എവിടെ നിന്ന് കാണിച്ചു തരാം. എന്താ ചുറ്റിനും കാടാ. ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് പോയിട്ടെന്ന് ചെയ്യാം. നിൽക്കി ഞാൻ ഇന്ന് ഇവിടെ ചെന്നോട്ട് എനിക്കത് പറയണം. ഈ ഫോറസ്റ്റ് നിറച്ച് കാടാണല്ല, എനിക്കിത് പറഞ്ഞേ പറ്റൂ. കാര്യം ഞാനൊരു മലയാളിയാണ്. സോ ഇനി നമുക്ക് പോവാം. ഞാൻ ഒരു ഫുൾ ഫോറസ്റ്റ് ഐലൻഡിൻ്റെ നടുക്ക് പെട്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും കൂടെ അങ്ങോട്ട് പോവാം. അവിടെ ഫുൾ മോബും ഒക്കെയാണ്. ഞാൻ പിന്നെ അവിടെ എത്തി.
ഇവിടെ കുറച്ച് വെട്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പിന്നെയും വന്നത്. ഇവിടെ കുറച്ച് വെട്ടം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ആകെപ്പാടെ ഇത്രയും സ്ഥലത്ത് തുമ്പൂരെങ്കിലും വെട്ടമുള്ള ക്രീപ്പർ സോംബി. ഓടിക്കോ, ഇവിടെ എനിക്ക് നിൽക്കണ്ട. ഇത്തിരി വെട്ടമുണ്ടെന്നും പറഞ്ഞു വന്നതാ, പക്ഷെ ഇവിടെ എല്ലാം ആവുകൊണ്ടേ. അയ്യോ പന്നിക്കുട്ടാ, ജീവനാണെങ്കിൽ ഓടിക്കോ. അയ്യേ, ഈ ബെഡ് വെച്ചിട്ടും കാര്യമില്ല, അവന്മാർ ഉറങ്ങാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ കുക്ക് ചെയ്യാൻ വച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ നൈറ്റും കൂടെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ പറകില്ല, രക്ഷപ്പെട്ട് ഒന്ന് കുക്കാവോ പെട്ടെന്ന്. ഇത് കുറച്ച് സമയം എടുക്കും, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ സർവൈവ് ചെയ്യണം. ഈ ഷുഗർ കെയിൻ വച്ചല്ലേ കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. എനിക്കാണെങ്കിൽ അയൺ ചെസ്റ്റ് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ചപ്പും ചവറൊക്കെ എനിക്കെന്തിനി? ക്ലേയാ? ഞാൻ തുടക്കം വില്ലേജറിൻ്റെ വീട്ടിൽ നിന്നൊക്കെ എടുത്തിയാണ്. എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ കട വേറെ എന്തെങ്കിലും വേണ്ട? ഇല്ല. ബോണ് വേണ്ട. ബ്രെഡ് ഒരു സ്റ്റാക്കുണ്ട്, അത് ആവശ്യം വരും. ഒറ്റ ആരോ. ഞാൻ എന്ത് ചെയ്യേ? ഫുഡ് വേണ്ട, നമുക്ക് ഫുഡ് ഒരുപാടുണ്ട്. സോ നമ്മൾ തിന്നണ കാര്യം വന്ന് അടിക്കില്ല എന്നെ അടിക്കില്ല. അറ പോടാ പോടാ പോടാ. അയ്യാ ഇതാരി ഡേ പോടേ. അവന്മാരടിക്കാൻ വന്നേക്കാണ്. ഇതാര്? ഡ്രൗണാ? ഈ ഡ്രൗണൊക്കെ നീയൊക്കെ എന്തിവിടെ? മനുഷ്യന് ഒരു കാലത്തും ജീവിക്കാൻ സമ്മതിക്കില്ല. സോ നമ്മളിത് പുതിയ വെർഷനിലാണ് കളിക്കുന്നത്. സോ പെയിൽ ഗാർഡനൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാണും, പക്ഷേ ഇതുവരെ കിട്ടിയില്ല. അവന്മാർ ഭയങ്കര ആക്രമണം. എൻ്റെ ഫുഡ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതാരി? നീ ഇത്രയും നേരം വെള്ളത്തിലല്ലായിരുന്നോ? പോ. ഈ സോഡ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ അറ്റാക്കൊന്നും കൊടുക്കണില്ല. ഇവിടെ ഇല്ലായിരുന്നു. പോടാ. അയ്യോ വേറെ ഒരുപാടുണ്ട്. ക്രീപ്പർ പൊട്ടി, ഞാൻ കേട്ട്. ക്രീപ്പർ പൊട്ടിയത് ഞാൻ കേട്ട്. നീ ഇവിടെ നിൽക്കില്ല, ഓടിക്കോ. ഈ ഡ്രൗണ് അത് സോംബി മുങ്ങി ഡ്രൗൺ ആയതാണ്, എനിക്ക് ഉറപ്പാണ്. എന്നെ അടിക്കില്ലേ, എൻ്റെ സ്റ്റീക്ക്. ചത്ത്. ജസ്റ്റ് മിസ്. നമുക്ക് ലക്കുണ്ട്. ഇതിപ്പം ഞാൻ 2-3 പ്രാവശ്യമാണ് ഇതേപോലെ 2.5 ഹാർട്ടിൽ നിൽക്കണം. ഞാൻ ഈ ജില്ല വിട്ട് പോണ്. ഞാൻ സ്റ്റീക്ക് എടുത്ത് ഫർണാസ് എടുക്കണം. നമുക്കിപ്പം നമ്മളെ ജീവനും കൊണ്ട് സ്ഥലം വിടാൻ നോക്കാം. സാൻഡ് വേണം, അതുകൊണ്ടിട്ട് എന്തെങ്കിലും. കുട്ടി സോംബി, കുട്ടിക്കുരുപ്പ്. വെള്ളത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താടാ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? ഇവിടെ തല്ലടാ, അവിടെ വന്ന് തല്ലി നോക്കടാ. യവന്മാർ ലാൻഡ് വെച്ച് ഭയങ്കര പാടാട്ടാ. ഇവന്മാർക്ക് ഒടുക്കത്തെ സ്പീഡാണ്. മണ്ടയൊക്കെ ഇട്ട് അടിച്ച് എനിക്ക് ആ ഫർണാസ് എടുക്കണം. ഫ്ലിൻറ്റ് കിട്ടുമോ? ഫ്ലിൻറ്റ്. നമുക്കൊരു ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് കത്തിച്ച് കളിച്ചാലോ അവന്മാർ വരുമ്പോൾ? അത് നല്ലൊരു ഐഡിയ. കത്തിക്കാൻ പോലും നിൽക്കാൻ പോലും സമയം കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ മിക്കവാറും കളി തുടങ്ങുമ്പോൾ തന്നെ ചാവാൻ സാധ്യതയുണ്ട്. സോ ഡയമണ്ട്. അയ്യോ ഞാൻ പറഞ്ഞില്ലേ, ആശിപ്പിന് ഡയമണ്ട് കിട്ടി. നമ്മൾ ഒരു കാര്യമായി. സോ ഈ കളി ഞാൻ തോറ്റുവെന്ന് ഞാൻ ഉറപ്പിച്ചു. കാര്യം അവൻ്റെ ഡയമണ്ട് കിട്ടി. അവൻ ഡയമണ്ട് വെച്ച് എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പാണ്. ഈ ആശുമോനെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ വയ്യ. ഇനി അങ്ങോട്ട് ഇറങ്ങാം. നേരം വെളുത്ത് തുടങ്ങി, ഇപ്പോൾ PvP തുടങ്ങും. എൻ്റെ കയ്യിലൊന്നുമില്ല. തൽക്കാലം നമുക്ക് 3 ഐറ്റം മതി. നമുക്ക് ഇനി ഓവറായിട്ട് ഐറ്റംസ് ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്ന് കുറച്ച് നേരം കൂടെ നമുക്ക് സമയം കഴിയാം. ഇപ്പം സമയം ആവാറായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്പൈഡർ രാവിലെ അവന്മാരടിക്കുമോ? രാവിലെ അടിക്കണമല്ല, ബട്ട് ഇപ്പം സൂര്യൻ വന്നതേ ഉള്ളൂ. സോ അടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് സേഫർ സൈഡ് നോക്കാം. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. എന്ത് ചെയ്യുമെന്ന് നോക്കാം.
അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോവാം. എനിക്ക് അവന്മാരെ അച്ചീവ്മെൻറ്റ്സ്, എൻ്റെ പൊന്നോ, ഇത്രയും അച്ചീവ്മെൻറ്റ്സ് അവന്മാരെടുത്ത് ഞാൻ വല്ല കമാൻഡല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. കണ്ട കമാൻഡ്സ് ഒന്നും നമുക്ക് പറ്റില്ല. കാണിച്ചെന്നതാണ് നിങ്ങൾക്ക്, അത്രേ ഉള്ളൂ. ചുമ്മാ ട്രൈ നോക്കിയെന്നേ ഉള്ളൂ. നമുക്ക് നമ്മളെ ഫർണസിനെ അങ്ങോട്ട് കുറച്ചും കൂടി കുക്ക് ചെയ്യാനുണ്ടായിരുന്നു. കുക്ക് ചെയ്യായിരുന്നു. നമുക്ക് ഈ കോബിൾ സ്റ്റോൺ കുക്ക് ചെയ്ത് സ്റ്റോണൊക്കെ കയ്യിൽ വെച്ചാലോ? എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നിനുമല്ല, ചുമ്മാ ഒരു രസം. ഇവിടെ ഞാൻ വന്നെന്ന് തോന്നുന്നു. ഈ മരത്തിൻ്റെ മൂട്ടിന്നല്ലേ ഞാൻ സാൻഡ് വാരി കൊണ്ടുപോയത് അല്ലേ? അല്ല, ഇത് പുതിയത്. ഇവിടെ എത്ര ലഷ് കേവാ? ഞാൻ ഇത് 3ാമത്തെ മരമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് ലഷ് കേവ് ഉണ്ടെന്ന് തോന്നുന്നു. അതാ ഇനി ഒരു വലിയ ലഷ് കേവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഒരു വലിയ ലഷ് കേവ് ആണെങ്കിൽ അവിടുത്തെ 3 പാർട്ടിലായിട്ട് മരം നിൽക്കുന്നതായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഈ മഷ്റൂം അവിടെ നിൽക്കില്ലേ, ഈ പശു നമുക്ക് ആവശ്യത്തിന് സ്റ്റീക്കുണ്ട്. നമുക്ക് 10 മതി എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ കറങ്ങാം. ഈ സ്പ്രൂസ്, ഈ ഒരു സ്ഥലം യൂസ്ലെസ് ആണ്. ഇവിടെ ഒരു സ്ട്രക്ചർ ഇല്ല, വില്ലേജ് ഇല്ല, ഇവിടെ ഒന്നുമില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ കറങ്ങി കുറച്ച് മഷ്റൂം കിട്ടും, അത്രേ ഉള്ളൂ. കുറച്ച് മഷ്റൂമും ഈ ഒരു മോസി കോബിൾ സ്റ്റോണും കിട്ടും. എൻ്റെ പേര് മോസി കോബിൾ സ്റ്റോൺ ഒന്നുമില്ലേ? ആയിരിക്കും. സോ ഇത് മാത്രമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. വേറെ ഒരു ഉപയോഗവും ഇല്ല ഈ സ്ഥലത്തോട്ട് വന്നിട്ട്. നമുക്ക് ഒരുപാട് വുഡ് കിട്ടും. എന്തൊക്കെ മെയിൻ ചെയ്യാൻ കണ്ട, നല്ല മുതുക്ക് മരം. ഈ മുതുക്ക് മരമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരു സ്റ്റാക്ക് ഇതൊക്കെ കിട്ടുമായിരിക്കും. ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ അതില്ലല്ലോ, ഓണറല്ല. സോ ഓണർ നമ്മളെ TP ഓണർ നമ്മളെ ഫസ്റ്റാണ്. അല്ല, അവൻ ചീറ്റിംഗ് ഒന്നും ചെയ്യത്തില്ല. അവൻ നമ്മളെ കറക്റ്റ് 40 മിനിറ്റ് ആകുമ്പോൾ TP ചെയ്യും. അപ്പോഴേ അവന് എടുക്കും. TP ചെയ്യോ അതോ കീപ്പ് ഇൻവെൻറ്ററി വെച്ചിട്ട് ചാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതൊന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ പട്ടി മിണ്ടാരി പട്ടി, പട്ടിയിലെ കുറെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പട്ടി രാവിലെ ആകുമ്പോൾ തുടങ്ങും. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഫാസ്റ്റ് ചത്ത് നമ്മളടുത്ത് ചാവാൻ പറഞ്ഞ് നമ്മളിപ്പോൾ ചത്തോണ്ടിരിക്കുകയാണ്. ലെഫ്റ്റാ? അവന്ത് ലെഫ്റ്റായ? ഫാസ്റ്റ് ജോയിനായി. ഞാൻ പേടിച്ച്, ഞാൻ വിചാരിച്ച് ഇനി അവൻ പറ്റിക്കാൻ വല്ലതും പറഞ്ഞാണ്. സോ നമ്മൾ ചത്തിട്ട് നമ്മൾ കീപ്പ് ഇൻവെൻറ്ററി ഉണ്ട്. എന്നെ കൊന്നവൻ. ഭാഗ്യത്തിന് കീപ്പ് ഇൻവെൻറ്ററി അവൻ വെച്ചിപ്പം. ഇതാണ് നമ്മളെ സ്പോൺ പോയിന്റ്. നമ്മൾ PvP ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പാവം, ഒന്നുമില്ല അവൻ്റെ കയ്യിൽ. കുറച്ച് നേരം മുമ്പ് ചത്തല്ലേ ഉള്ളൂ, അവൻ്റെ എന്ത് കിട്ടാൻ. നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആശുമോനെയും കൂടെ അവൻ കൊല്ലട്ട്. ഈ ഒരു ആശുമോനെ ചത്ത്. നമുക്ക് കുറച്ച് അറേഞ്ച് ചെയ്യാം നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ. ആശുമോൻ എവിടെ? അവനെ കാണാനില്ല. അവൻ വരുമ്പോൾ ഇപ്പോൾ വീപ്പിച്ചാൽ അവൻ എവിടെ നിന്ന് ഫുൾ ആർമർ. ഞാൻ പറഞ്ഞില്ലേ, ഡയമണ്ട് സോഡ്. ഓടിക്കോ. എനിക്കറിഞ്ഞൂടാ. എന്നെ അടിക്കില്ല. PvP ആണെന്നും പറഞ്ഞ് നമുക്ക് ആദ്യം ഫാസ്റ്റിനെ കൊല്ലാം. അവൻ ആർമറൊന്നുമില്ല, അവൻ്റെ ഒരു ആക്സ് മാത്രമേ ഉള്ളൂ. കൊല്ല്. ചാവ്. ഓട്. ഹാഷിമോൻ. എന്നെ അടിക്കില്ല. എടാ പോ. എന്നെ ചതിച്ച്. ഫാസ്റ്റ് ചത്ത്. സോ അവൻ ലെഫ്റ്റായി. ഞാൻ ഇപ്പം ചത്തേനെ. അവൻ വീണ്ടും ജോയിനായി. അവൻ ഇനി PvPക്ക് കാണത്തില്ല. എന്നെ അടിക്കല്ലേ. ഈ കുഴി. രക്ഷപ്പെട്ട്. തിന്ന് പെട്ടെന്ന്. തിന്ന് ഓട്. അവൻ പറയുകണ്ട, എനിക്കറിഞ്ഞൂടാ. തിരിഞ്ഞ അവ അപ്പം അടിക്കും. ഡയമണ്ട് ഉണ്ട്. ഓട്.
ഓഹ് യവനിനി ഞാൻ എങ്ങനെ കൊല്ലും? വെള്ളത്തിൽ കൊണ്ടുപോയാലോ? അപ്പോൾ സ്ലോ ആവും. ആക്സ് 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 അടി അടി അടി. കൊണ്ടില്ല, ഒന്നും കൊണ്ടില്ല. ഓടിയോ, ഒന്നും കൊണ്ടില്ല. അയ്യോ ചത്ത്. ഹൂ ഹൂ ഇപ്പം ചത്തേനെ. ചത്ത്. ഓ ഓ ഓ ഓ ടൈമിങ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റീക്ക് നല്ല ഫുഡ്. സ്റ്റീക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം രക്ഷപ്പെട്ടു വന്നത്. ഇവനെ കൊണ്ട് വെള്ളത്തിൽ ഇറക്കാം. ഇവനെ വെള്ളത്തിൽ ഇറക്കി അടിച്ചോല്ല എങ്കിലേ പറ്റൂ. വെള്ളത്തിൽ ചാട്. ഓഹ് നീന്തി വരാൻ സമയം എടുക്കും. അതെവിടെ? സമയം എടുത്തില്ല. പെട്ടെന്ന് വന്നവൻ. വെള്ളത്തിൽ ഞാൻ കിങ്ങാടാ. എനിക്ക് ആംഗിളുണ്ട്. ഈ ഒരു ആംഗിൾ ഇപ്പോൾ അടി 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 അടി. അതുകൊണ്ട് അടി. കൊള്ളു അത്ര കൊള്ളു. ഓ ഇപ്പം ഡ്രൗൺ ആയതിന്. കഴി. ഓ അടി. കൊള്ളു. ഞാൻ ഫുഡ് ഇവൻ്റെ ഫുഡില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്നതാണോ? ഇല്ല, ഇത്രയും അടി കൊണ്ട്. യവനെ വിചാരിച്ചിരുന്നെങ്കിൽ അവനെ കൊല്ലായിരുന്നു. ഇപ്പം എന്നെ കൊല്ലായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഓടുന്നു. കണ്ടില്ല, അവൻ്റെ ഫുഡില്ല. എവിടെ പോണ്ട. ബോട്ട് കിട്ടി. എൻ്റെ ബോട്ടുണ്ട്. അവ ഓടുന്നു. നിലടാ. എനിക്കടിക്കണം. അവൻ നീന്തുന്നു. ഓടുന്നു. ഓടല്. എനിക്കടിക്കണം. അവൻ്റെ ഹാർട്ട് എത്ര ഉണ്ടെന്ന് എനിക്കറിയണം. ചത്ത്. വിജയം. എൻ്റെ വിജയം. ആദിച്ചാനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിച്ച? അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.